ലയണൽ മെസ്സിയെ ക്ഷണിക്കാൻ പോയ ഇനത്തിൽ സർക്കാരിന് ചെലവ് 13 ലക്ഷം രൂപ. കായികമന്ത്രി, കായിക യുവജനകാര്യ സെക്രട്ടറി, കായിക യുവജനകാര്യ ഡയറക്ടർ എന്നിവരാണ് സ്പെയിൻ സന്ദർശിച്ചത്. മെസ്സിയെ കാണാതെയായിരുന്നു ക്ഷണിക്കാൻ എത്തിയത്. ഇതിന്റെ വിവരാവകാശ രേഖ പുറത്ത് വരികയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, മെസ്സിയെ കണ്ടോ ഇല്ലയോ, മെസ്സി വരുമോ ഇല്ലയോ? എന്തായാലും 13 ലക്ഷം രൂപ നമുക്ക് സർക്കാരിന് ചെലവ് വന്നിട്ടുണ്ട്, ഖജനാവിന് നഷ്ടം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഗി, മെസ്സിയെ കാണാൻ എന്ന് പറഞ്ഞായിരുന്നു ഇവിടെ നിന്നുള്ള ഒരു യാത്ര നടത്തിയത്. ആ യാത്രയുടെ ഭാഗമായി മെസ്സി കേരളത്തിലേക്ക് വരാതിരിക്കില്ല എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് മന്ത്രി അങ്ങോട്ട് പോയി. അതിന് വലിയ ചെലവ് വന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ വിവരാവകാശ രേഖപ്രകാരം പുറത്തു വന്നിരിക്കുന്നത്. അത് 13 ലക്ഷത്തിലധികം രൂപയാണ്. മന്ത്രിയും കൂടെ പോയ അനുചരന്മാരും അടങ്ങുന്ന സംഘം ഇതിനുവേണ്ടി മെസ്സിയെ കാണാതെ മെസ്സിക്ക് വേണ്ടി ചെലവഴിച്ചത് എന്നൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിന് 1 രൂപ പോലും, മെസ്സി കേരളത്തിലേക്ക് വരുന്നതിന് 1 രൂപ പോലും ചെലവില്ല. അതിൻ്റെ ചെലവുകളെല്ലാം സ്പോൺസർഷിപ്പ് നടത്തുന്ന ആളുകൾക്കാണ്, സ്പോൺസർമാർക്കാണ് എന്നായിരുന്നു കായിക മന്ത്രി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്കിൽ അങ്ങനെയല്ല, സംസ്ഥാന ഖജനാവിൽ നിന്ന് പണം നഷ്ടമായിട്ടുണ്ട് മെസ്സിക്ക് വേണ്ടി, മെസ്സിയെ കാണാൻ വേണ്ടി, കാണാത്ത യാത്രയ്ക്ക് വേണ്ടി എന്ന കാര്യം കൂടിയാണ് ഇവിടെ കൃത്യമായി തന്നെ വ്യക്തമാവുന്നത്. ലയണൽ മെസ്സി, അർജന്റീന ടീം എന്നിവരുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രത്യാരോപണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് മെസ്സി വരില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടി വന്നതോടുകൂടി അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരുന്നു ആ ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ. അതിനിടയിലാണ് ഇത്ര വലിയ ഒരു തുക മെസ്സിയെ കാണാൻ വേണ്ടി പോയി കാണാതെ തിരിച്ചു വന്ന് നഷ്ടപ്പെടുത്തി എന്ന വിവരം കൂടി ലഭിക്കുന്നത്. അത് 13,04,434 രൂപയാണ് ഇത്തരത്തിൽ ചെലവായത്. ഇത്ര വലിയ തുക ചെലവഴിച്ചുകൊണ്ട് മന്ത്രിയും മറ്റു കൂടെയുള്ളവരും പോയിട്ട് യാതൊന്നും നടന്നില്ല എന്നത് ഏറ്റവും പ്രധാനമാണ്. കായിക വികസന നിധിയിൽ നിന്നാണ്, കായിക വികസന ഫണ്ടിൽ നിന്നാണ് ഈ പണം ചെലവഴിച്ചത് എന്നതിൻ്റെ വിവരം കൂടി പുറത്തു വരുന്നു. ഈ യാത്രയ്ക്ക് ശേഷം മന്ത്രി ചില സമൂഹ മാധ്യമ പോസ്റ്റുകളെല്ലാം തന്നെ ഇട്ടിരുന്നു. അതിൽ അവിടെ ചെന്നതിന് ശേഷം മെസ്സിയെ കണ്ട ആളുകളുമായി ഉള്ള ഫോട്ടോകളായിരുന്നു, പ്രധാനമായും ആ ടീമുമായി ഉള്ള ഫോട്ടോകളായിരുന്നു. ജേഴ്സി അണിഞ്ഞും അണിയാതെയും ജേഴ്സി പിടിച്ചുമെല്ലാമുള്ള ഫോട്ടോകൾ അതിൽ നിരവധി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കായിക നേട്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ കായിക കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അത് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വരുന്ന വിവരങ്ങൾ അത് പണം ദൂർത്തടിച്ചു അല്ലെങ്കിൽ അനാവശ്യമായി ചെലവഴിച്ചു എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അവിടെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി എന്നായിരുന്നു ഈ സമൂഹ മാധ്യമ പോസ്റ്റിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിന്റെ വിവരങ്ങളും അതിന്റെ ചില ഫോട്ടോകളുമായിരുന്നു അവിടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നത്. അർജന്റീന ടീം ജേഴ്സി പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ കൂടി മന്ത്രി ആ ഒരു സമൂഹ മാധ്യമ പോസ്റ്റിൽ പങ്കുവെക്കുകയും ചെയ്തു. ഇത് ഇപ്പോൾ വരുന്ന ഈ വിവരങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രതിരോധം തന്നെയാണ്. പ്രത്യേകിച്ച് സ്പോർട്സ് മന്ത്രി ഇതിന് മറുപടി നൽകേണ്ടി വരും. ശരി ജിജീഷ്, എന്തായാലും മെസ്സിയെ കാണാൻ പോയ അല്ലെങ്കിൽ ക്ഷണിക്കാൻ പോയ ഇനത്തിൽ സർക്കാരിന് 13 ലക്ഷം രൂപ നഷ്ടം ചെലവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.